ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് പൈസീസ് സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസ്, മീനം നക്ഷത്രം, നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. ഇതൊരു വാലന്റൈൻ സ്പെഷ്യൽ റീഡിംഗ് കൂടിയുമാണ്. അപ്പോൾ ഇത് വാലന്റൈൻസ് മന്ത് ആയതുകൊണ്ട് ഈ റീഡിംഗ് ഒരു ലവ് സ്പെസിഫിക് സ്പെഷ്യൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഡെഫിനറ്റ്ലി ഇതിനെ എൻഡ് വരെ നോക്കുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്കും ഉണ്ട്, അപ്പോൾ അതും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് വരണമെന്ന് റീഡിംഗിൽ കാണാം. അപ്പോൾ പൈസീസ്, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? ഫെബ്രുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് 5 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കണേ. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി 9 ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ എന്താണ് സിറ്റുവേഷൻ? കറണ്ട് സിറ്റുവേഷൻ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ ക്വീൻ ഓഫ് സോഡ്സ്. അപ്പോൾ പൈസീസ്, നിങ്ങളുടെ എനർജി ഒരു 5 സോഡ്സ് എനർജിയാണ്. കുറച്ചൊരു നെഗറ്റിവിറ്റി ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ കുറേ പറഞ്ഞ ചിലവർ നിങ്ങളെക്കുറിച്ച് എന്തോ പറയണു, ഗോസിപ്പ് ചെയ്യണു, ഈ പേഴ്സണിൻ്റെ കൂടെ ചില വഴക്ക് ഉണ്ടാവണു, ചില കാര്യത്തിൽ ഡിസഗ്രീമെൻറ്റ്സ് ഉണ്ടാവണു. അപ്പോൾ കുറച്ചൊരു നെഗറ്റീവ് എനർജീസ് കാണാണ്ട് നിങ്ങൾ ഈ സിറ്റുവേഷനെ തൽക്കാലം കുറച്ച് ഇപ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷനിൽ എഫേർട്ട് ഇടാത്ത എനർജിയിലായിരിക്കാം. പറഞ്ഞ മുമ്പത്തെ മാതിരി ഈ പേഴ്സൻ്റെ കൂടെ അങ്ങനെ കണക്റ്റഡ് അല്ല. എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ എനർജി കുറേ ഇൻ ആൻഡ് ഔട്ടാണ്. അവർ ഇടയ്ക്ക് കോൾ ചെയ്യും, മെസ്സേജ് ചെയ്യും, പിന്നെ ഒന്നും ഒരു സ്ഥിരത ഇല്ലാത്ത മാതിരി. അപ്പോൾ അതിൻ്റെ കാരണമായിരിക്കാം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് വഴക്ക് കൂടണേ. പക്ഷേ എന്തായാലും ഇപ്പോൾ തൽക്കാലം നിങ്ങൾ കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ട് ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന്. ഞാൻ കാണുന്നത് ഈ പേഴ്സൺ അതുകൊണ്ട് കുറേ സ്ട്രെസ്ഡ് ആണ്. അവരുടെ മനസ്സിൽ കുറേ ടെൻഷൻ, കുറേ ആങ്സൈറ്റി, അവർക്ക് രാത്രി ഉറക്കമില്ല. എന്താ വെച്ചാൽ അവർക്കറിയാം അവരെവിടെയോ ഈ സിറ്റുവേഷനിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ പിക്ക് ചെയ്തിട്ടുണ്ടാവില്ല, റിപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ട് അവർക്ക്. ആൻഡ് അവർക്ക് ഇപ്പോൾ അറിയില്ല എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ ശരിയാക്കേണ്ടതെന്ന് അവർക്ക് അറിയില്ല, മനസ്സിലാവണില്ല. അതുകൊണ്ട് കുറേ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണു. കറണ്ട് സിറ്റുവേഷൻ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയാണ്. നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എന്താണെന്ന്. അപ്പോൾ ഇവിടെ ഒരു പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി ഉണ്ട്. ഫൈനലി ഞാൻ കാണുന്നത് ഇവിടെ ഒരു സ്റ്റേബിൾ ഓഫർ വരാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ മുമ്പേ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല വെച്ചാൽ ഇപ്പോൾ എന്തോ ഒരു സ്റ്റേബിൾ പുതിയ തുടക്കമുണ്ട്. പാസ്റ്റിലും ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ പാസ്റ്റിലും എനർജി കുറേ ഒരു പ്രാക്ടിക്കൽ എനർജി ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും പ്രാക്ടിക്കലി ഇത് ശരിയാവില്ല, വർക്കാവില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, നിങ്ങൾ ഇവരോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് വേണിച്ചാൽ. അപ്പോൾ ഞാൻ കാണുന്നത് ഈ പേഴ്സൺ എന്തോ ഒരു ഓഫർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾക്കത് ക്ലാരിഫൈ ചെയ്യാം. ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? 4 ഓഫ് കപ്സ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ബിഹേവിയറൊക്കെ കാണുമ്പോൾ ഇവർ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരിയാണ് ബിഹേവ് ചെയ്യണത്. അവരവരുടെ ജോലിയുടെ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യാൻ നോക്കണേ. പക്ഷെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട്. അത് അവർ എന്താ വെച്ചാൽ ഒളിപ്പിക്കാൻ നോക്കണു. ഫീലിങ്സ് അവർക്ക് നിങ്ങളോടത് കാണിക്കണ്ടെന്നുണ്ട്. പറഞ്ഞാൽ അവർ ഇത്രയും എഫക്റ്റ് ആയിന്ന് അത് അവർക്ക് നിങ്ങളോട് പറയണ്ട. അതുകൊണ്ട് അവർ വേറെ കാര്യങ്ങൾ ചെയ്തിട്ട് ബിസി ആവാൻ നോക്കണു. പക്ഷെ അവർ ആക്ച്വലി കുറേ എഫക്റ്റഡ് ആണ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ് കറണ്ട് ഫീലിങ്സ്? നിങ്ങളുടെ എനർജി ക്വീൻ ഓഫ് വോൺസ് ആയിട്ടാണ് വന്നിരിക്കണത്, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ആയിട്ട്. അപ്പോൾ ഈ പേഴ്സൺ കുറേ കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ടേക്ക് പോകണ്ടെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. ഇവരുടെ ലൈഫിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക്
അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഈ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്, ഒട്ടും ഇതിൽ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾ കുറേ റിജക്റ്റഡായി ഫീൽ ചെയ്യണു, നിങ്ങൾ കുറേ ഡിസപ്പോയിൻറ്റഡ് ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ? ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ എത്രയും പറഞ്ഞാലും ഈ പേഴ്സൺ അവർക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല. ഇടയ്ക്ക് നിങ്ങളെ കുറച്ച് തന്നെയാണ് അവരുടെ മനസ്സിലുള്ള തോട്ട്സ് നടക്കുന്നത് അവരുടെ മനസ്സിൽ. എംപ്രസ് എനർജി ഇവിടെ കുറേ അബണ്ടൻസ് ഉണ്ട്, കുറേ ഗ്രോത്ത് ഉണ്ട്, എനർജി ഉണ്ട്. പക്ഷേ ഈ പേഴ്സൺ എന്തോ എവിടെയോ ഇവിടെ ഒരു സാബോട്ടാജിൻ്റെ എനർജിയും ഉണ്ട്. അതല്ലാച്ചാൽ ഇവിടെ വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. ഏതോ പേഴ്സൻ്റെ കൂടെ അവർ മാരീഡ് ആയിരിക്കാം. മാരീഡ് അല്ലാച്ചാൽ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവരത് എക്സ്പ്രസ് ചെയ്യില്ല. ഓക്കെ, അവർ വേറെ എന്തൊക്കെയോ ആണ് പറയണേ, അവർക്ക് ഒട്ടും നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് അവർ പറയണത്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ എന്താണ്? നിങ്ങൾ പ്രേ ചെയ്യാണ് ഈ പേഴ്സൻ്റെ കൂടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവണം എന്ന്. നിങ്ങളൊരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് കോളാണ് ഉണ്ടാക്കാൻ പോണത്. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ്ലി യൂണിവേഴ്സിനെ ശരിയാക്കും എന്ന് നിങ്ങൾ ഹോപ്പ് ചെയ്യണു. കറൻ്റ്ലി നിങ്ങളും നിങ്ങളുടെ കരിയറിലാണ് ഫോക്കസ് ചെയ്യണത്, പക്ഷേ ഇൻറ്റൻഷൻ ഇവിടെ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ആദ്യം റീകൺസൈൽ ചെയ്യണം എന്നാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? ഫ്യൂച്ചർ ആക്ഷൻ 2 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ ചോയ്സ് ഉണ്ടെച്ചാൽ അവർക്കൊരു ചോയ്സ് എടുക്കേണ്ടി വരും രണ്ടാൾക്കാരുടെ ഇടയ്ക്ക്. അതല്ല വെച്ചാൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും അവർക്ക് നിങ്ങളുടെ കൂടെ മുമ്പോട്ടേക്ക് പോകണോ വേണ്ടേന്ന്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ആ ഡിസിഷൻ അവരെടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ആക്ഷൻ ഞാൻ കാണുന്നത് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ നിങ്ങൾ മുമ്പോട്ടേക്ക് പോലൂ. അപ്പോൾ ഔട്ട്കം ഇവിടെ എന്താണ്? ഔട്ട്കം ഞാൻ കാണുന്നത് ടെമ്പറൻസ് ആണ്. അപ്പോൾ ഇവിടെ ഹീലിംഗ് എനർജീസ് ഉണ്ട്, ബാലൻസ്ഡ് എനർജി ഉണ്ട്, എല്ലാം ശരിയാവണ എനർജി കാണാണ്ട് നിങ്ങൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണു ഈ പേഴ്സണിന് വേണ്ടി. ഇവിടെ കുറച്ചൊരു റെസ്ട്രിക്റ്റഡ് എനർജിയാണ്. നിങ്ങൾ രണ്ടാളും അങ്ങനെ ഇപ്പോൾ ഒരു മുമ്പത്തെ മാതിരി കോണ്ടാക്റ്റ് ഇല്ല, പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് തിരിച്ചു വരണേ. ഓക്കെ, കുറച്ച് സമയം എടുക്കും, പക്ഷേ ഈ പേഴ്സൺ തിരിച്ചു വരാനുള്ള പ്ലാനിലാണ്. അപ്പോൾ 6 ഓഫ് വാൻഡ്സ് ആണ് ഇവിടെ ലാസ്റ്റ് കാർഡ് വന്നിരിക്കണം. അത് സക്സസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഫോർവേഡ് മൂവ്മെൻ്റ് ഉണ്ട്, സക്സസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള ഇപ്പോഴത്തെ തോട്ട്സ് എന്താണ്? യു ആൻഡ് ഐ വർ ടു യങ്, വി വിൽ ബി ടുഗെദർ അഗൈൻ. അപ്പോൾ ഈ പേഴ്സണും അത് തന്നെയാണ് മനസ്സിൽ വെച്ചണേ, അത് നിങ്ങളുടെ റീകൺസിലേഷൻ ഉണ്ടാവും. യു കെയിം ക്ലോസർ ദാൻ എനി വൺ. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ ചോയ്സ് ഉണ്ടായാലും അവർ നിങ്ങളെയാണ് ചൂസ് ചെയ്യണത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് ലിയോ, അക്വേരിയസ്, ലീബ്ര, ജെമിനൈ. ഫയർ സൈൻസും ഉണ്ട്. കുറേ ലിയോ എനർജിയാണ് കാണുന്നത്, ടെമ്പറൻസ്, സാജിറ്റേറിയസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ സൈൻസ് ഇവിടെ ഉണ്ട്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേഴ്സണൽ റീഡിങ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.